ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSRFൻ്റെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ SSRF ആയിരുന്നു നോക്കിയിരുന്നല്ലേ. ഓക്കെ, SSRF എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ലാബും നമ്മൾ അതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു ലാബാണ്. SSRFൻ്റെ 2-3 ലാബുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ബേസിക് SSRF അഗെയിൻസ്റ്റ് അനദർ ബാക്ക് എൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ആ ഒരു ലാബ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ലാബ് ആക്സസ് ചെയ്യാനിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മളോട് പറയുന്നു ദിസ് ലാബ് ഹാസ് എ സ്റ്റോക്ക് ചെക്ക് ഫീച്ചേഴ്സ് ഫെച്ച് ഡാറ്റ ഫ്രം ദ ഇന്റേണൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുള്ള ഫീച്ചറുണ്ട്. അവിടെ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ നിന്നാണ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ടു സോൾവ് ദിസ് ലാബ് യൂസ് ദ സ്റ്റോക്ക് ചെക്ക് ഫങ്ഷനാലിറ്റി ടു സ്കാൻ ദ ഇൻറ്റേർണൽ IP, അതായത് ഒരു IP 192.168.0.x എന്നാണ് കൊടുത്തേക്കുന്നത്. കാരണം ബാക്കി അറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് റേഞ്ച് ഓഫ് ആൻ അഡ്മിൻ ഇൻ്റർഫേസ് പോർട്ട് നമ്പർ 8080 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറിൽ ലോഗിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ കാർലോസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്നും പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലാബ് എടുത്തിട്ടുണ്ട് ഞാൻ. യൂസർ നെയിമും മൈ അക്കൗണ്ട് എടുത്താൽ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും, പക്ഷെ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അറിയില്ല. ഓക്കെ, നമുക്ക് ആദ്യം മുമ്പ് നമുക്ക് ജസ്റ്റ് പ്രോക്സി വെബ്സൈറ്റ് ഓണാക്കി നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോക്സി ഓണാക്കി സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഓക്കെ, നമുക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിൻ്റെ ആ റിക്വസ്റ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഇത് സെൻഡ് ടു റിപ്പീറ്റിലോട്ട് കൊടുക്കുവാണ്. സെൻഡ് ടു റിപ്പീറ്റിലും കിടക്കട്ടെ, അതുപോലെ തന്നെ സെൻഡ് ടു ഇൻട്രൂഡിലും കിടന്നോട്ടെ. ഞാനത് എന്തിനാണെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇൻറ്റർസെപ്ഷൻ ഓഫ് ആക്കുക. ഓക്കെ, ഇനി ഇൻട്രൂഡിലോട്ട് വരാം. ഇൻട്രൂഡിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലാബിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ സ്റ്റോക്ക് API ഫംഗ്ഷൻ. ഓക്കെ, ഇത് ഓൾറെഡി ജസ്റ്റ് നിങ്ങൾ മൗസ് വെച്ചാൽ കാണാൻ പറ്റും. ഒരു IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ്സ് ഒരു പ്രൊഡക്റ്റിനെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു റിക്വസ്റ്റ് അതിലോട്ട് പോകുന്നുണ്ട്. ഒരു API അതിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. സ്റ്റോക്ക് API. അപ്പോൾ ഈ ഒരു API നമ്മൾ മാറ്റാൻ പോവാണ്. ഇതിന് പകരം നമ്മൾ / അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 192.168.0.x എന്നാണല്ലേ. 0.x എന്നുള്ളത് 192.168.0.1 എന്ന് ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ 8080 കൊടുക്കുവാണ് കേട്ടോ. പോർട്ട് നമ്പർ 8080 കൊടുത്തു. /admin കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഏത് IP ആണെന്ന് നമുക്കറിയില്ലല്ലേ. മീൻസ് നമ്മൾ ലാസ്റ്റ് വാല്യൂ നമുക്കൊണ്ട് കൊടുത്തിട്ടില്ല. X എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുവാണ്. പൊസിഷൻ ചെയ്ത് ആഡ് ചെയ്തിട്ട് പേലോഡ്സിനകത്ത് നമ്പേഴ്സ് എടുത്തു. ഫ്രം, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ എത്രയാണ് നമ്മൾ IP ക്ലാസ് റേഞ്ച് എത്രയായിരുന്നു, 255 അല്ലേ. റേഞ്ച് അല്ല, മീൻസ് മാക്സിമം ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിന് 255 കൊടുത്തു. സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റാർട്ട് അറ്റാക്ക് ചെയ്യാൻ കൊടുത്തു. നമുക്ക് നോക്കാം, അറ്റാക്ക് നടക്കട്ടെ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഒരു IP അഡ്രസ്സ് ഏതാണ് അതിൻ്റെ IP എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. മീൻസ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇൻട്രോളിലിട്ട് നമ്മൾ ഓരോ വാല്യൂസ്, ഇപ്പം 1 കാണുമ്പോൾ 1 ആണ് ഇപ്പോൾ കിടന്നിരുന്നത് അല്ലേ. 1, 2, 3 അതുപോലെ 255 പ്രാവശ്യം അത് ചെക്ക് ചെയ്തിട്ട് അതിൽ ഏത് IP ആണ് റിക്വസ്റ്റ് ആണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൽ 400 സീരീസ് 500 സീരീസ് കിടപ്പുണ്ട്. അതിൽ 200 വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് പേലോഡ് 29 ആണ് കിടക്കുന്നത് കേട്ടോ. അതായത് 29 ആണ് IP വന്നിരിക്കുന്നത്. 0.29 ആണ്. അതിൻ്റെ റിക്വസ്റ്റ് എടുത്തു. റെസ്പോൺസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ
ഉണ്ടോ, ഒരു അഡ്മിൻ പാനലിൽ ഒരു പേജ് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഒരു അഡ്മിൻ പാനലിൽ ഒരു പേജ് കിട്ടുന്നുണ്ട്, കണ്ടോ? ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് റെൻഡർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റെൻഡർ ഇവിടെ കിട്ടുന്നില്ല. ജസ്റ്റ് ഈ ഒരു റിക്വസ്റ്റിനെ നമ്മൾ ഇൻട്രൂഡറിലോട്ട് കൊണ്ടുപോവാണ്. ഇൻട്രൂഡിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്യാം. അതായത് അഡ്മിൻ, ഓക്കെ, ഇത് അഡ്മിൻ പാനൽ ഇവിടെ കിടപ്പുണ്ട്. നമ്മളോട് എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അഡ്മിൻ പാനൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാർലോസ് എന്ന യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയാനാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ റിക്വസ്റ്റ് സെൻഡ് റെസ്പോൺസ് ബ്രൗസർ ചെക്ക് ചെയ്തിട്ട് ഞാൻ ബ്രൗസറിലിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അഡ്മിൻ പാനൽ കിട്ടി, വീനർ പീറ്റർ. ഇവിടെ നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പം അവിടെ ഡിലീറ്റ് ആവും അല്ലേ? ആ ഡിലീറ്റ് ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു റിക്വസ്റ്റ് പോകേണ്ടി വരും. ഓക്കെ, ആ ഡിലീറ്റ് ആകുമ്പം പോകുന്ന റിക്വസ്റ്റാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് വീനറിൻ്റെ അവിടെ ജസ്റ്റ് യൂസർ വീനറിൻ്റെ ആണെങ്കിൽ വീനർ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഇതാണ്. ഈ ഒരു ഇതിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓക്കെ, കാർലോസിൻ്റെ കമാൻഡ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് കാർലോസിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ എടുക്കുക, ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓൾറെഡി ബാക്കി അവിടെ അതിൻ്റെ ആ ഒരു IP അഡ്രസ്സിൻ്റെ കുറച്ച് പാർട്ട് അവിടെ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്തതിന് കിടപ്പുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്ക്, അതായത് ഡിലീറ്റ് യൂസർ ഇസിക്കൽ ടു കാർലോസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് സെൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഡിലീറ്റ് അവിടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തില്ലേ, മീൻസ് ഡിലീറ്റ് പ്രസ് ചെയ്യുന്ന സെയിം. ഇപ്പോൾ ഇവിടെ ലാബ് സോൾവ് ആയി, എന്തെന്ന് പറഞ്ഞുതരാം. ഓൾറെഡി ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് റീലോഡ് ചെയ്യുമ്പോൾ അത് പോകുന്നത്. ഓക്കെ, കാർലോസ് കൊടുക്കും. ഇത് ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റാണ് അവിടെ പോകുന്നത് കേട്ടോ. ഷോ റെസ്പോൺസ് ഇൻ ബ്രൗസർ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഗോ. ഓക്കെ, ഇവിടെ ലോഡാകാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. വെബ്സൈറ്റിൻ്റെ റെസ്പോൺസ് ഇവിടെ ലോഡാകാൻ ടൈം എടുക്കുന്നുണ്ട്. ഓൾറെഡി ലാബ് സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഡിലീറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ലാബ് സോൾവ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു ലാബും കൂടെ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്ത അപ്രൻറ്റീസ് ലെവലാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രാക്ടീസ് ലെവലായിട്ടുള്ള ഇച്ചിരി കൂടെ ഹാർഡ് ലെവലായിട്ടുള്ള ഒരു ലാബാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള ലാബ് എന്ന് പറഞ്ഞാൽ SSRF. ഓക്കെ, ബ്ലൈൻഡ് SSRF വിത്ത് ഔട്ട് ഓഫ് ബാൻഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ലാബാണ്. അപ്പം നമ്മൾ ബ്ലൈൻഡ് SSRF പറഞ്ഞ സമയത്ത്, അതുപോലെ നമ്മൾ SQL പറഞ്ഞ സമയം ഓർക്കുന്നു. SQLനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട് ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലൈൻഡ് SQL എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? ബ്ലൈൻഡ് SQL ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞിരുന്നത്? അതായത് നമ്മളൊരു കൊളാബറേറ്റർ, അതായത് ഒരു തേർഡ് പാർട്ടി ഒരു സെർവർ കണക്ട് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം ബ്ലൈൻഡിനുള്ള പ്രത്യേകത എന്താണ്? ബ്ലൈൻഡ് ചെയ്യുമ്പോൾ എന്തോ റെസ്പോൺസ് നമുക്കത് കാണത്തില്ല. ഓക്കെ, റെസ്പോൺസ് നമുക്ക് ഒരിക്കലും അത് കാണാൻ ആ ഒരു എന്താണ് അവിടെ വരുന്നതെന്നുള്ളത് എക്സിക്യൂട്ട് ആയോ ഇല്ലയോ എന്ന് നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലുള്ള ഒരു തേർഡ് പാർട്ടി ഒരു സെർവർ കണക്ട് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഈ ഒരു ലാബിനകത്ത്, അതായത് ബ്ലൈൻഡ് SSRF വിത്ത് ഔട്ട് ഓഫ് ബാൻഡ് എന്ന് പറഞ്ഞ ഈ ലാബിനകത്ത് നമ്മളോട് പറയുന്നത് ലാബ് എന്താണെന്ന് നോക്കാം.
This site use analytic software which fetch the URL specified in a referrer header when a product page is loaded. ഓക്കെ നമ്മളോട് പറഞ്ഞു ഇവിടെ പറയുന്നുണ്ട് ഇവിടെ വൾണറബിൾ ആയിട്ടുള്ള പാർട്ടെന്ന് പറഞ്ഞാൽ റെഫറർ ഹെഡറാണ് കേട്ടോ. റെഫറർ ഹെഡറാണ്. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ നോട്ട് ഇത് കാണിച്ചു തരാം. റെഫറൽ ഹെഡർ വളറബിൾ പാർട്ടാണ്. ഓക്കെ, വളറബിൾ ആയിട്ടുള്ള ഏരിയ റെഫർ ഹെഡറാന്ന് ഇവിടെ പറയുന്നുണ്ട്. ടു സോൾവ് ദിസ് ലാബ് യൂസ് ദിസ് ഫങ്ഷനാലിറ്റി ടു കോസ് ദ HTTP റിക്വസ്റ്റ് ടു പബ്ലിക് വെബ്സൂട്ട് കൊളാബറേറ്റർ സെർവർ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളോട് വെബ്സൂട്ട് കൊളാബറേറ്റർ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. യൂസ് കൊളാബറേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ അതിനോട് തന്നെ നോട്ട് തന്നിട്ടുണ്ട്. അതിന് ടു പ്രിവെൻറ്റ് ദ അക്കാഡമി പ്ലാറ്റ്ഫോം യൂസിങ് ആൻ അറ്റാക്ക് തേർഡ് പാർട്ടീസ് അവർ ഫയർവാൾ ബ്ലോക്ക് ഇൻട്രാക്ടിങ് ബിറ്റ്വീൻ ദ ലാബ്സ് ഓഫ് ആർബിട്രറി എക്സ്റ്റേണൽ സിസ്റ്റം ടു സോൾവ് ദ ലാബ് യു മസ്റ്റ് ഡിഫോൾട്ട് പബ്ലിക് സെർവർ. ഓക്കെ, ഡിഫോൾട്ട് പബ്ലിക് സെർവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി എന്താ സംഭവമാണ്. ജസ്റ്റ് ഒരു നോട്ട് പോലെ പറയുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യമേ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും റിക്വസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഏരിയസ് അതിൽ ഹോം പേജ് ഒന്നും കാണുന്നില്ല. അവിടെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് എടുക്കുവാണ്. ഓക്കെ, ഏതെങ്കിലും പ്രൊഡക്റ്റ് ഞാൻ എടുക്കുവാണ്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വ്യൂ ഡീറ്റെയിൽസ് എടുക്കുവാണ്. ഓക്കെ, വ്യൂ ഡീറ്റെയിൽസ് എടുത്തു. ഈ റിക്വസ്റ്റ് ഞാൻ ഇതിലോട്ടൊന്ന് ഇത് നിങ്ങൾക്ക് HTTP റിക്വസ്റ്റ് ഹിസ്റ്ററിയിൽ HTTP ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അതിൽ ഓൾറെഡി നമ്മൾ ഈ വെബ്സൂട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രോക്സി ഓണാക്കി വെച്ചേക്കുന്നത് തന്നെ എല്ലാ റിക്വസ്റ്റും ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇൻട്രൂഡ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇൻ്റർസെപ്ഷൻ ഓണാക്കാതെ തന്നെ അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇൻ്റർസെപ്റ്റ് ഓണാക്കി യൂസ് ചെയ്യാം. ഇതിങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ID കിടപ്പുണ്ട്. ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് എടുക്കുവാണ്. ഇത് കഴിഞ്ഞ ലാബിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോഴത്തേത് ഇതാണ് കേട്ടോ. ഞാനൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത് കേട്ടോ. അത് തന്നെയല്ലേ? അതെ, 14.55. ഓക്കെ, ഈ ഒരു റിക്വസ്റ്റ്. ഓക്കെ, ഇതാണ് ആ റിക്വസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇൻ്റർസെപ്ഷൻ ഓണാക്കി ജസ്റ്റ് ആ വെബ്സൈറ്റ് ഒന്ന് റീലോഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് കിട്ടും കേട്ടോ. ഹിസ്റ്ററി തപ്പുവാണെങ്കിൽ ഹിസ്റ്ററി ഇവിടെ കിട്ടും. ഓക്കെ, ഹിസ്റ്ററിയിലും ഒന്ന് കിടക്കും. കാരണം നമ്മൾ പ്രോക്സി ഓണാക്കി ഇട്ടേക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ റിപ്പീറ്ററിലോട്ട് സെൻഡ് ചെയ്യുവാണ്. റിപ്പീറ്റർ സെൻഡ് ചെയ്തു. ഓക്കെ, ഇനി അതിന് മുമ്പേ നമ്മളോട് പറഞ്ഞു കൊളാബറേറ്റർ അല്ലേ, ഒരു കൊളാബറേറ്റർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇവിടെ ഈ ഒരു ലാബിൽ ഈ ഒരു വെബ്സൈറ്റിൽ എന്താ വളണബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറർ ഹെഡറിൻ്റെ അവിടെ ഒരു വളണബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒന്ന് കൊളാബറേറ്റർ, അതായത് വെബ്സൂട്ടിൻ്റെ കൊളാബറേറ്റർ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പം പുതിയ കൊളാബറേറ്റർ, അതായത് പുതിയ വെർഷൻ, ഇപ്പോൾ 2024 വെർഷൻ വെബ്സൂട്ടിലാണെങ്കിൽ ഈ മുകളിൽ തന്നെ കൊളാബറേഷൻ ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ പഴയ വെർഷൻ ആണെങ്കിൽ ഈ മുകളിൽ ബർപ്പ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇവിടെ തന്നെ ഒരു വെബ്സൂട്ട് കൊളാബറേറ്റർ എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും, ഓപ്ഷൻ കാണാൻ പറ്റും കേട്ടോ. ഇത് പുതിയതിലാണെങ്കിൽ, പുതിയ വെർഷനകത്താണെങ്കിൽ ഈ സൈഡിൽ മുകളിൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു കൊളാബറേറ്ററിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് ടു
കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതൊരു തേർഡ് പാർട്ടി സെർവറാണ്. ഈ ഒരു സെർവർ നമുക്കിപ്പം അതിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ കോപ്പിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റിപ്പീറ്ററിൽ വന്നിട്ട് നമ്മളോട് എവിടെയാണ് ഏത് ഏരിയയിലാണ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് റെഫറൽ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അവിടെ ഒരു പേസ്റ്റ് ചെയ്തു. നേരത്തെ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്ത ആ ഒരു സെർവറിൻ്റെ ID ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു, അതായത് ഈ ഒരു ഏരിയയിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതായത് ഇതാണ് നമ്മൾ ആ കോപ്പി ചെയ്ത് ഇതിൻ്റെ ID കേട്ടോ. ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്യുവാണ്. സെൻഡ് ചെയ്തു, റെസ്പോൺസ് വന്നു. വ്യത്യാസമൊന്നും കാണുന്നു, എല്ലാ വ്യത്യാസം ഉണ്ടോ? സെയിം സാധനം, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ജസ്റ്റ് ഞാൻ കൊളാബറേറ്ററിൽ വന്നു, എന്നിട്ട് പൂൾ നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ പൂൾ നൗ എന്നൊരു ഓപ്ഷൻ കൊടുത്തപ്പം എന്ത് പറ്റി, എന്താണ് വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഇവിടെ ആഡ് ചെയ്തില്ല. ഫ്രണ്ടിൽ HTTP എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണേ, ആ ഒരു പാർട്ടും കൂടെ ലിങ്ക് ആയിട്ട് URL ആയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ ആ ഒരു പാർട്ടും കൂടെ അവിടെ ആഡ് ചെയ്യണേ. ജസ്റ്റ് ഒന്നുകൂടെ സെൻഡ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, അവിടെ സോൾവ് ആയി. അത് ഓൾറെഡി ഇവിടെ സോൾവ് ആവും കേട്ടോ, കാരണം ഇവിടെ പൂൾ നൗ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ആവും. കണ്ടോ, ഡീറ്റെയിൽസ് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നുണ്ടോ? ഇതിനകത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി സർവീസാണ്. ഓക്കെ, തേർഡ് പാർട്ടി സെർവറാണ്. ഈ സെർവറിനകത്ത് നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് കിട്ടും. കണ്ടോ, ഈ ഒരു സെർവറിൻ്റെ ID ഇതാണ്, നമ്മളിത് തന്നെ ഇവിടെ കോപ്പി ചെയ്തേ. അപ്പോൾ നമുക്കിവിടെ ലുക്കപ്പ് വാസ് റിസീവ്ഡ് ബൈ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ IP അഡ്രസ്സ് DNSൻ്റെ ഇത് കാണിക്കുന്നത്, DNS സെർവർ ഈ IP അഡ്രസ്സ് കാണിക്കുന്നത് 3.251.95.145 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോർട്ട് നമ്പറും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത DNSൽ നോക്കുമ്പോഴും അടുത്തൊരു IP അഡ്രസ്സ് കിടക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ HTTP റിക്വസ്റ്റിൻ്റെ, അതായത് നമ്മൾ HTTP റിക്വസ്റ്റ് കൊടുത്തത് അത് ഏത് പോർട്ട് നമ്പറിലാണ്, ഏത് IP-യിലാണ് റൺ ചെയ്യുന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, അതായത് നമുക്കിവിടെ നമ്മൾ കൊടുത്ത വാല്യൂ അവിടെ ഈ പറഞ്ഞ SSR വൾണറബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രിവെൻഷൻ മെത്തേഡ് പലതുണ്ട്. ടോക്കൺസൊക്കെ യൂസ് ചെയ്ത് anti-XSR ടോക്കൺസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം IP കിടക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഇപ്പം റിയലിനൊരു വെബ്സൈറ്റ് എടുക്കുവാണെങ്കിൽ ഇതുപോലെ എല്ലാത്തിനും കാണും റെഫറൽ ഏരിയ. ഈ റെഫറൽ ഏരിയ വെബ്സൈറ്റ് മാറ്റി നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ എന്താ 404 403 എന്നൊക്കെ പറഞ്ഞുള്ള എറർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് ഇത് എറർ ഇല്ലാതെ കറക്റ്റായിട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അലോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കൊളാബറേറ്റേഴ്സ് ID ഒക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. മീൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, ഈ ലാബിൽ ഇത്ര ഉള്ളായിരുന്നു. ജസ്റ്റ് ആ കൊളാബറേറ്റർ വെച്ച് കണക്ട് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് അവിടെ IP അവിടെ കിട്ടുമെന്ന് പറയും. ഇതിന് ആൻസർ ഇവിടെ നിന്ന് കൊടുക്കണ്ട, അത് നമുക്ക് ഈ ഒരു പൂളിൽ ഫെച്ച് ആയി കഴിയുമ്പോൾ തന്നെ ഇവിടെ ആൻസർ ഈ ഒരു ലാബ് സോൾവ് ആകും കേട്ടോ.